ഹലോ എവരി വൺ. ഇന്നപ്പോൾ എടുക്കാൻ പോകുന്നത് ASDനെ കുറിച്ചിട്ടാണ്. ASD അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ ഒരു ഡിസോർഡർ നമ്മുടെ DSM ക്രൈറ്റീരിയയിൽ എന്താ പറയുന്നത് നോക്കാം. DSM എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അതിൻ്റെ 5th എഡിഷനിൽ പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ആ ഡിസോർഡറിൽ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ ഇൻട്രാക്ഷനിൽ അവർക്ക് ചാലഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻട്രാക്ഷനിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ അവർ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ബിഹേവിയർ കാണിക്കും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും. ഒന്നില്ലെങ്കിൽ ഈ ഹാൻഡ് ഫ്ലാപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, കൈയിട്ടടിക്കുന്നത് കൂടുതലായിട്ട്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് കുറവ്, അങ്ങനത്തെ പല രീതിയിൽ അവരിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോരുത്തരിലും പല രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിന് ഓട്ടിസം സ്പെക്ട്രം എന്ന ആ ഒരു ടേം കൊണ്ട് പറയുന്നത്. ഇതൊരു സ്പെക്ട്രമാണ്. ഇതിൽ പല രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ASD എന്തൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത്. പെർസിസ്റ്റൻറ്റ് ഡെഫിസിറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷനിൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെഫിസിറ്റ്സ് ഉണ്ടാവും. അതാണ് ആദ്യത്തെ ഒരു മെയിൻ ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പല രീതിക്കായിട്ട് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ഇതാണ്. അപ്പോൾ സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവർ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പിന്നെ അത് ഭാവിയിലും അത് തുടർന്നുകൊണ്ടിരിക്കും. കുട്ടികൾ ഒരു ചൈൽഡ്ഹുഡ് തന്നെ ഈ ഒരു ഡിസോർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ കുട്ടിക്ക് സ്വന്തം പേര് വിളിക്കുമ്പോൾ പോലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാം. കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വലിയ വലിയ വാക്കുകളൊന്നും പറയാതെ ചെറിയ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു വേർഡിലൊക്കെ ഷോർട്ടായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ വെർബലി മാത്രമല്ലല്ലോ സംസാരിക്കുക ആളുകളായിട്ട്, നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. ഐ കോണ്ടാക്റ്റും അതുപോലെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഫേഷ്യൽ എക്സ്പ്രഷനും അതെല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഐ കോണ്ടാക്റ്റ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇവരിൽ കാണുന്നത്. ഇതൊക്കെ ഓരോരുത്തരിലും വ്യത്യാസമുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ കാണിക്കും, ചില കുട്ടികൾ വേറെ രീതിയിൽ അവർ റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ പറയുന്നത് നമ്മൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഡെഫിസിറ്റും കാര്യങ്ങളുമാണ്. അടുത്തൊരു കാര്യമാണ് ഈ ASD ഉള്ള കുട്ടികളിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും ഈ ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ്, അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്സ് കാര്യങ്ങളിൽ. മറ്റുള്ളവർ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ നടത്താനായിട്ട്, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവരുടെ ബിഹേവിയർ അവർക്ക് ഓരോ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നല്ല പാടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള കുട്ടികൾ അവരുടെ ടേൺ വരാനായിട്ടൊക്കെ കാത്ത് നിൽക്കാനൊക്കെ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കുറവായിരിക്കും. ബാക്കിയുള്ള പിയേഴ്സിനായിട്ടൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അതിനൊക്കെ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുക, അതിലൊക്കെ അവർ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. അടുത്തൊരു കാര്യമാണ് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ബിഹേവിയർ, ഇൻട്രസ്റ്റും ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ആണ്. റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഫ്രീക്വൻ്റ്ലി ഹാൻഡ് ഫ്ലാപ്പിംഗ് നടത്തും, കൈയിട്ടടിക്കുന്നത്, അങ്ങനെ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫ്രീക്വൻ്റ്ലി അങ്ങനെ ഹാൻഡ് ഫ്ലാപ്പിംഗ് ചെയ്യുന്ന ഒരു റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ട്. അതുപോലെ തന്നെ ടോയ്സ് ഒരേ രീതിയിൽ ഒരു ഓർഡറിൽ തന്നെ ലൈൻ ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ അവരതിൽ നിന്ന് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് റൂട്ടീനും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലൊക്കെ അവർക്ക് ഈ അപ്സെറ്റും കാര്യങ്ങളും ഉണ്ടാവാം. ഒരു ചേഞ്ച് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം ഒരേപോലെ വേണം, എപ്പോഴും ഒരേ ടൈപ്പിൽ തന്നെ വേണം എന്നുള്ള ആ ഒരു റിജിഡ്നെസ് അവർക്ക് ഉണ്ടാകാൻ വഴിയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. ചില ടോപ്പിക്കിനോട്, ചില ആക്ടിവിറ്റീനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും.
ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് ഉള്ള കുട്ടി എന്ന് പറയുമ്പം ആ കുട്ടിക്ക് മാത്സിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. അപ്പം നമ്പേഴ്സ്, കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ കുട്ടിക്ക് അതിൽ ഇൻ്റലിജൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 3 വയസ്സുള്ളെങ്കിലും അത്യാവശ്യം മാത്തമാറ്റിക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആഡിങ്ങും അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ആ ഒരു കുട്ടിയുടെ പ്രത്യേകതര ഇൻട്രസ്റ്റാണ് നമ്പേഴ്സിനോടുള്ള. പക്ഷേ ഇത്തരം കുട്ടികൾ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺവെർസേഷൻ മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് ചില കാര്യത്തിൽ പ്രത്യേക തരത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളും നമുക്ക് കാണാം. ഇതിനെ നമ്മൾ പറയുന്നത് ഹൈ റെസ്ട്രിക്റ്റഡ് ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ്. പിന്നെയെന്ന് പറയുമ്പം ഈ കുട്ടികളെന്ന് പറയുന്നത് അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ ആക്ടിവിറ്റി നമ്മളെ സെൻസറി ഇൻപുട്ടിന് കാണിക്കും. സെൻസറി സ്റ്റിമുലയൊക്കെ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ലൈറ്റ്സ്, സൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അതിനോട് അൺയൂഷ്വലായിട്ടുള്ള രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ചില ടെക്സ്റ്റേഴ്സ് ചില കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അത് ഹൈപ്പോ ആക്ടിവിറ്റിയാണ് സെൻസറി ഇൻപുട്ടിനോട് അവർ കാണിക്കുന്നത്. ചില ടെക്സ്റ്റേഴ്സ് തൊടുമ്പോൾ അവർക്ക് പറ്റില്ല, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാക്കും. സാൻഡ് തൊടാൻ പറ്റാത്ത അങ്ങനത്തെ സാധനങ്ങൾ ടച്ച് ചെയ്യുന്നതിനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ചില കുട്ടികൾ ചില സൗണ്ട്സിനോടും അങ്ങനെ കാണിക്കുന്നതാണ്. ചില സൗണ്ട്സ് കേൾക്കുമ്പോൾ അവർ ചെവി പൊത്തും. എന്നാൽ ചില ഇതെന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അതായത് ചിലതിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം. ചില ടോയ്സ് ഇങ്ങനെ ഇട്ട് ഒരേ രീതിക്ക് തന്നെ ആക്കി കളിക്കുന്നത് കാണാം. ഒരേ രീതിക്ക് ഫിംഗേഴ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്നതും ഒരേ രീതിക്ക് ടോയ്സ് ഇട്ടിട്ട് സെൻസറി സീക്കിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അവോയ്ഡ് ചെയ്യുന്നതിന് നമ്മൾ ഹൈപ്പോ ആക്ടിവിറ്റി എന്ന് പറയാം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാം നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ താങ്ക് യു.